ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? അൽഹംദുലില്ലാ, എനക്കും മക്കൾക്കും ഇവിടെ സുഖമാണ്. അപ്പോൾ ഇത് ഇന്നലെ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചായക്ക് കടി പൂരിയും ചെറുപയർ കറിയായിരുന്നു. കട്ടൻ ചായയും വെച്ചിട്ടുണ്ടായിന് കേട്ടോ. ഇപ്പോൾ ലസീജ കട്ടൻ ചായ കുടിക്കലുള്ളൂ. ആദ്യം എന്ന് പറഞ്ഞാൽ ഓരോരോ പാട്ട കുടിക്കുന്നുണ്ടായിന്. ഇപ്പോൾ കുറച്ച് മാക്സിമം കുറച്ചിന് കേട്ടോ. അപ്പോൾ ഗോതമ്പത്തിൻ്റെ പൂരിയായിരുന്നു. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കൾക്ക് കുട്ടികളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ അത് നല്ല പരിപ്പ് താളിച്ചു കേട്ടോ. ഈ പരിപ്പ് താളിച്ചതാണ് ഇവിടെ ഏറ്റവും ഇഷ്ടം. നമ്മൾ ഈ ദാല് പോലെ വെക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഇതിങ്ങനെ ഉള്ളിയും പച്ചമുളകും കീറിയിട്ടിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു പരിപ്പ് താളിച്ചത്. ഇതിനൊരു സൈഡ് ഒരു മീൻ പൊരിച്ചത്, ഒരു ഉപ്പേരിയൊന്നും വേണമെന്നൊന്നുമില്ല. എന്നാലും മീൻ പൊരിച്ചത് കുട്ടികൾ ഞായറാഴ്ച ഒരു ദിവസമല്ലേ പേർക്ക് ഉച്ചക്ക് ഉണ്ടാവുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ വെച്ച് കൊണ്ടുപോകുക, ഉച്ചക്ക് അവിടെ നിന്ന് തിന്നുക, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നല്ല രീതിക്ക് തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇറച്ചിയൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. മീൻ ഉണ്ടായിനല്ലോ, തലേന്ന് കൊണ്ടുവന്ന മീൻ ഉണ്ടായിന് ഫ്രിഡ്ജിൽ. അപ്പോൾ അതും എടുത്തിട്ട് ഒരു 4-5 കഷ്ണം പൊരിച്ച് അപ്പോൾ മോന്തിക്കൽക്കും ആവും. പിന്നെയും ഒന്ന് വൈകുന്നേരം പിന്നെയും പൊരിക്കാൻ നിൽക്കണ്ടല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ പരിപ്പൊക്കെ താളിച്ച് കടുകൊക്കെ പൊട്ടിച്ച് മീനൊക്കെ അടുപ്പത്ത് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് ഉണ്ടായ പാത്രങ്ങൾ തന്നെ കയ്യോടെ അങ്ങ് കഴുകി വെച്ചിട്ടോ. അങ്ങനെ കഴുകി കൗത്താൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നില്ല, നെല്ലിക്ക ഉപ്പിലിട്ട്. എൻ്റെ പൊന്നാര മക്കളെ, ഞാൻ നോക്കുമ്പോഴത്തേനും നെല്ലിക്കൊക്കെ കാലിയാകാനായിന് കേട്ടോ. നല്ല കാന്താരിയൊക്കെ അരച്ചൊഴിച്ചിരുന്നു. കാന്താരി അച്ചാറിട്ടിട്ടുണ്ടായില്ലേ, ആ കാന്താരി എടുത്തിട്ട് അരച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഞാനും വിചാരിച്ചു ഒന്നെടുത്തിട്ട് ഞാനും തിന്നോക്കാം വിചാരിച്ചിട്ടോ. അപ്പോൾ നോക്കും നല്ല ഉപ്പും എരിവും ഒക്കെ പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഡെയിലി ദിവസം സ്കൂളിൽ പോകുമ്പോഴും മദ്രസയിൽ പോകുമ്പോൾ സ്റ്റോർ റൂമൊക്കെ കടന്നിട്ടുണ്ട് ഒരു വട്ടം തിരിച്ചിൽ. ഇതിൻ്റെ ഓർമ്മ പറയാൻ കാണുന്നോടത്ത് തന്നെ ഉണ്ട്. നമുക്കിതൊന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. പണ്ടത്തെ കാലത്തൊക്കെയാണ് ഇതൊന്നും ഉപ്പും കൂടി പിടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇപ്പം അതേ തന്നെയാണ് നമ്മളെ മക്കളും. അപ്പോൾ നല്ല എരിവും ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കിട്ടുകയാണെങ്കിൽ ഇനി ആ വെള്ളത്തിൽ കൂടി തന്നെ കൊടുന്ന് ഇട്ടാലും മതി. അങ്ങനെ മീനൊക്കെ അതാ പൊരിഞ്ഞ് ഏകദേശം ഇവിടെ പൊരിച്ച മീനിലാണ് ഇട്ടിട്ട് കറി വെക്കുന്നതിനേക്കാൾ ഇഷ്ടം പൊരിക്കുന്നതാണ്. അതിലൂടെ ഇങ്ങനെ ഈ ചൂര മീനൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണല്ലോ. അപ്പോൾ അത് പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടോ. പൊരിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ വെച്ചില്ല കാവേജ് ഉണ്ടായിനു ഫ്രിഡ്ജിൽ കൊടുന്ന് വെച്ചാൽ കുറേ ആയി കാവേജ് കൊണ്ടുവന്ന് വെച്ചിട്ട്. അപ്പോൾ അത് അരിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉള്ളിയും നല്ലോണം അരിഞ്ഞിട്ടിട്ട് നല്ലൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ എന്താ നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ ഉള്ളി ഇടണമെന്നൊന്നുമില്ല. എന്നിട്ട് ആ കടുക് നല്ലോണം പൊട്ടി വരുമ്പോൾ കരിയേമ്പല ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്. പക്ഷെ ഞാൻ കരിയേമ്പല പൊട്ടിക്കാൻ വേണ്ടി പോയിട്ടില്ല കേട്ടോ. പൊട്ടിക്കണമെങ്കിൽ അപ്പുറം അല്ലെങ്കിൽ വല്യമാരുടെ പോകണം, അല്ലെങ്കിൽ കദീസാത്താണ് പോകണം. പിന്നെ ഗൈസ് ഒരു കാര്യം പറയാനുള്ളത്, അലക്കാൻ എൻ്റെ വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിട്ട് അലക്കിയ വെള്ളമൊന്നും വിടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കല്ലുമ്മലാണ് അലക്കണത്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ സങ്കടം. ആദ്യം എന്ന് പറഞ്ഞാൽ ഓരോരോ ലോഡ് എടുത്തിട്ടായിരുന്നു പുഴയ്ക്ക് പോയിട്ട് തിരുമ്പുന്നുണ്ടായത്. ഇപ്പോൾ പെരക്കുന്ന തിരുമ്പാൻ ഇപ്പോൾ അലക്കുന്ന കല്ലുമ്മ തിരുമ്പാൻ മടിയായിക്കുക. എന്താണില്ലേ അവസ്ഥ. അപ്പോൾ ഞാൻ വിചാരിച്ചു മടിച്ചിട്ടൊന്നും കാര്യം രാവിലെ പൊതിർത്തി വെച്ചിരുന്നു കേട്ടോ. കുട്ടികളെ യൂണിഫോമൊക്കെ അല്ലേ ഇന്ന് അലക്കാൻ കഴിയൂല എന്നിട്ടൊന്നും കാര്യമല്ല. അപ്പോൾ പിന്നെ ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് അലക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ മടിച്ചിട്ടൊന്നും കാര്യമല്ലല്ലോ, എന്താണെന്നറിയുന്നില്ല. മടി ഒരു വട്ടം ഞങ്ങൾ കല്ലും അലക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് മെഷീനിൽ ഇടാനും മടിയാകും. അതാണ് അവസ്ഥ. ഇനിയിപ്പോൾ ഇന്നൊരു ദിവസം എവിടെ ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഇന്നലെ ഞാൻ ഷോർട്ട് ഇട്ടിരുന്നില്ലേ. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് വന്നിരുന്നപ്പോൾ ഞാനും ഉമ്മും സാമിലൊക്കെ ഇതാ കല്ല് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ സലീമാക്കാൻ്റെ ഓരോ മുരിക്ക് കൊത്താനൊരു ബംഗാളി വന്നിട്ടുണ്ടായിനു. അപ്പോൾ അതും വീഡിയോ എടുത്ത് കടക്കട്ടേന്ന് അല്ലേ. അങ്ങനെ മുരിക്കും ചപ്പും ഇങ്ങനെ നല്ലോണം വീഴുവേനു. പിന്നെ അതൊക്കെ കൊത്തലൊക്കെ കഴിഞ്ഞ് സലീമാക്ക യോയോ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതൊക്കെ ചക്കോത്തിട്ടോ. അത് പിന്നെ ഇൻസ്റ്റയ്ക്ക് എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.